ഓക്കെ, നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് റെനിൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞാൻ 4 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്യുന്നു തൃശ്ശൂർ. അക്കൗണ്ടൻസ് അക്കാഡമിക്ക് വേണ്ടി ഞാൻ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരുപാട് സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, ക്ലാസ്സുകൾ, അവിടുത്തെ ഫാക്കൽറ്റിയാണ് ഞാൻ. സോ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ്, എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെമിനാറിൽ, വെബിനാറിൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് ക്ലാസ്സിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഓഡിയൻസിൽ +2 ചെയ്യുന്നവരോ അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്തവരോ ഡിഗ്രി ചെയ്യുന്നവരോ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരോ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ചാർട്ടേഡ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വെബിനാർ അത്രയധികം യൂസ്ഫുൾ ആവണമെന്നില്ല. ഇനീഷ്യലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ തുടക്കക്കാർക്കായിരിക്കും ഇത് കുറച്ചുകൂടി ബെനിഫിറ്റ്. ഓക്കെ, സോ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, എന്താണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, CA എന്ന് പറയുമ്പോൾ പലരും കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ +2 പഠിക്കുമ്പോഴായിരിക്കും കേട്ടിട്ടുണ്ടാവുക. എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പർ ആവുക എന്നതാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈ കോഴ്സ് ചെയ്യുന്നത്. അത് മെമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് പ്രൊഫഷണൽ, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറുകയാണ്. ഗവൺമെന്റ്സിന് ഒരുപാട് റിപ്പോർട്ടുകൾ പബ്ലിക്കിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളാണ് ബേസിക്കലി മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഈ റിപ്പോർട്ടുകൾ ഗവൺമെന്റ് കോൺഫിഡന്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൈൻ ചെയ്യണം എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു റൂള്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ്സ് ശരിക്കും വിശ്വസിക്കുന്നത് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട്സിനെയാണ്. പബ്ലിക്കിനെ ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പബ്ലിക്കിൽ നിന്ന് ഡയറക്റ്റ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് പെർഫെക്റ്റ് ആക്കി എല്ലാ മിസ്റ്റേക്സുകളും റെക്ടിഫൈ ചെയ്ത് ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടി ഒരു നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സ്. ഓക്കെ, സോ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിൽ ട്രെയിനിങ്ങിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4 വർഷത്തോളം ഒരു കോഴ്സ് എടുക്കുന്നുണ്ട്, നമ്മൾ ട്രെയിനിങ് അടക്കം. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. കോഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു മോസ്റ്റ് ഓഫ് കോഴ്സ് ഇൻ ദ വേൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ 5 എണ്ണത്തിൽ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രോപ്പർ റെഗുലർ സ്റ്റഡി നടത്തി ഡിറ്റർമിനേഷൻ കീപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ കോഴ്സാണ് CA കോഴ്സ്. കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് ഈസി എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഒരു ബിലോ ആവറേജ് ആണെങ്കിലും, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ഹാർഡ് വർക്കോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങൾ എന്താണ് എന്നുള്ളത് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിന് ഇമ്പോർട്ടൻ്റ് അല്ല. എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് +2 കൊമേഴ്സോ സയൻസോ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് +2 റാങ്ക് ഓർഡർ ആവട്ടെ, നിങ്ങൾ +2 10 തവണ ഫെയിലായിട്ട് 11ാമത് എഴുതി പാസ്സാകാവട്ടെ, ഇതൊന്നും ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിന് ഇറലവൻ്റ് ആണ്. +2 പാസ്സാവണം എന്ന് മാത്രമേ നമ്മൾ ഈ കോഴ്സിന്റെ യോഗ്യതയുള്ളൂ. പിന്നെ പാസ്സായി ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവാം, ഒരു പക്ഷേ സ്റ്റുഡൻസിന് ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് അല്ലേ, ആവറേജ് സ്റ്റുഡന്റ് അല്ലേ, ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യവും നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിന് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു 4-5 ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ പറയാം. പോയിന്റ് നമ്പർ 1, റെപ്യൂട്ടഡ് കോഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് വളരെയധികം റെപ്യൂട്ടഡ് ആണ്. സൊസൈറ്റിയിൽ വളരെയധികം ടോപ്പിൽ നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് CA കോഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിന്റെ മുന്നിൽ 2 അക്ഷരം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. CA എന്ന് പറയുന്ന 2 അക്ഷരം ചേർക്കാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
CA എന്ന് പറഞ്ഞ ശരിക്കും ജനറലി ഞങ്ങൾ എല്ലാ ചാർട്ടേഡ് അക്കൗണ്ട്സും സംസാരിക്കുമ്പോൾ ആൽഫബറ്റ്സ് ഓഫ് ട്രസ്റ്റ് എന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ CA എന്ന് പറയുന്ന അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിന് മുമ്പിൽ ചേർക്കണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. സോ രണ്ടാമത്തെ പോയിന്റ്, റെക്കഗ്നൈസ്ഡ് ഓൾ ഓവർ ദി വേൾഡ്. ഞാൻ വീണ്ടും പറയാൻ കാരണം ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല സ്റ്റുഡൻസിനും ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമാണോ റെക്കഗ്നീഷൻ, എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ ഇല്ലേ? ഒരിക്കലല്ല, ഓൾ ഓവർ ദി വേൾഡ് നമ്മൾ റെക്കഗ്നൈസ്ഡ് ആണ്. ചില സൈനിങ് പോലുള്ള ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അത് ആ രാജ്യത്ത് ചാർട്ടേഡ് അക്കൗണ്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്യുന്നു, ആഫ്രിക്കയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുന്നു. നിങ്ങളുടെ മെമ്പർഷിപ്പ് കാർഡ് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റെക്കഗ്നീഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ഓൾ ഓവർ ദി വേൾഡ് ആണ്, ഒരു സംശയമില്ല. പോയിന്റ് നമ്പർ 3, കോസ്റ്റ് ഇഫക്റ്റീവ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് പഠിക്കാൻ അത്രയധികം ഫണ്ടോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക, വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. കോസ്റ്റ് ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന സ്ലൈഡുകൾ മനസ്സിലാവും. ഓരോ സ്റ്റേജസും ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് എത്ര കോസ്റ്റ് അതിന് വരുന്നുണ്ട്. ഏത് കോഴ്സും പഠിക്കട്ടെ നിങ്ങൾ, ഇനി അക്കൗണ്ടിങ് അല്ലാതെ ഏത് കോഴ്സ് പഠിക്കട്ടെ, ആ കോഴ്സിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരു 10% 20% ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വരുന്നുള്ളൂ. അതിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഞാൻ ഇനി പറയുന്നുണ്ട് അതെല്ലാം, അപ്പോൾ നിങ്ങൾക്ക് ആ റിട്ടേൺ തിരിച്ചു കിട്ടി തുടങ്ങും. വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ കോസ്റ്റ് ഇഫക്റ്റീവ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. ദെൻ മോണിറ്ററി ബെനിഫിറ്റ്. മോണിറ്ററി ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സാലറി, എന്താണ്, അല്ലെങ്കിൽ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടുക, എന്റെ റിട്ടേൺ എത്രയാണ്? ഇപ്പൊ മിനിമം ഇൻവെസ്റ്റ്മെന്റ് മാക്സിമം റിട്ടേൺ എന്ന് പറയുന്ന ഒരു അപൂർവമായ ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ. റിട്ടേൺസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICAI മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലും എക്സ്പേർട്ട് എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. അപ്പൊ നമ്മളുടെ മൈൻഡിൽ വരേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ പലതും പഠിക്കുന്നുണ്ടാവാം, പലതും സ്കിപ്പ് ചെയ്യുന്നുണ്ടാവാം, എക്സാമിന് പല കാര്യങ്ങൾ നിങ്ങൾ എന്ത് പഠിച്ചാലും ഈ പറയുന്ന കോഴ്സിന്റെ പ്രത്യേകത, നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെക്കഗ്നൈസ്ഡ് എക്സ്പേർട്സ് ആയി മാറിയെന്നാണ്. സോ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിൽ മെയിൻ ആയിട്ട് എക്സ്പേർട്ട് എന്ന് ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്. ഓക്കെ. ദെൻ സെൽഫ് എംപ്ലോയിഡ് ഓർ എംപ്ലോയിഡ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്, സെൽഫ് പ്രാക്ടീസ് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നാച്ചുറൽ ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി ഓഡിറ്റിങ്, സ്റ്റാറ്റ്യൂട്ട് ഓഡിറ്റിങ്, സർട്ടിഫിക്കേഷൻസ്, അക്കൗണ്ട്സ് വർക്ക്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഒരു സെൽഫ് എംപ്ലോയിഡ് ആണ്, ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ കമ്പനികളിൽ എംപ്ലോയ്മെന്റ് എടുക്കാൻ പറ്റും. എംപ്ലോയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ റിട്ടേൺ ആയിരിക്കും. അതെല്ലാം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന സ്ലൈഡ്സ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ദ ലാസ്റ്റ് പോയിന്റ്, അപ്ഡേറ്റഡ് പ്രൊഫഷണൽ. വളരെയധികം ബ്യൂട്ടി ഉള്ള ഒരു പ്രൊഫഷനാണ് ചാർട്ടേഡ് അക്കൗണ്ട്. ഓരോ നിമിഷവും നമ്മുടെ വേൾഡിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ പോയിന്റ്സും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മുടെ പ്രൊഫഷന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ്. മറ്റുള്ള പ്രൊഫഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അപ്ഡേഷൻ സ്കിൽ വളരെയധികം കുറവ് മതി. ചാർട്ടേഡ് അക്കൗണ്ട്സ് അങ്ങനെയല്ല. ദിവസവും ഒരുപാട് പോയിന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ഓരോ പോളിസീസ്, ലാസ്റ്റ് നിങ്ങൾക്കറിയാം ഫിനാൻസ് മിനിസ്റ്റർ ലാസ്റ്റ് ഡേ കുറെ പോളിസീസ് പറഞ്ഞു. അപ്പൊ അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയതുകൊണ്ടിരിക്കണം. അതൊരു വളരെയധികം ബ്യൂട്ടിയാണ് നമ്മുടെ കോഴ്സിന്റെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡന്റിന് പഠിച്ച് കോസ്റ്റ് ഇഫക്റ്റീവ് ആയി വളരെയധികം മോണിറ്ററി ബെനിഫിറ്റ്സ് അവൈൽ ചെയ്ത് വേൾഡ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് റെപ്യൂട്ടഡ് ആയ ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട്
ചെയ്യുകയോ തൊഴിൽ ചെയ്യുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് CA കോഴ്സ്. നിങ്ങൾക്കത് ഇനിയുള്ള സ്ലൈഡുകൾ മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യുക, എങ്ങനെയാണ് ഹൗ ടു ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, 4 സ്റ്റെപ്സ് ആണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, +2 ചെയ്തുകൊണ്ടിരിക്കുന്നവരും +2 പാസ്സായവരും ഉണ്ടാവാം നമ്മുടെ ഈ പറയുന്ന വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ്. അതല്ല BCom ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവാം, BCom കംപ്ലീറ്റ് ചെയ്തവരുണ്ടായിരിക്കാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരുണ്ടാവാം, പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടായിരിക്കും, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഈ റൂട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുന്ന റൂട്ട്സുകളെല്ലാം ഇതിൽ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാം. 4 സ്റ്റെപ്പാണ് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ നമുക്ക് വരുന്നത്. പോയിന്റ് നമ്പർ 1 ഈസ് ഫൗണ്ടേഷൻ കോഴ്സ്. പോയിന്റ് നമ്പർ 2 intermediate course. Point number 3 article training or practical training. Then CA final course. 4 സ്റ്റെപ്പിലൂടെ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി മാറാൻ പറ്റും. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് എന്താണ്, ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്താണ്, ആർട്ടിക്കിൾഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ആർട്ടിക്കൽ ട്രെയിനിങ് ഓർ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്താണ്, ഫൈനൽ കോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫൗണ്ടേഷൻ കോഴ്സ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻട്രി ലെവൽ എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിലേക്കുള്ള ഒരു എൻട്രി ലെവൽ എക്സാം ആണ് CA ഫൗണ്ടേഷൻ കോഴ്സ്. CA ഫൗണ്ടേഷൻ കോഴ്സ് അപ്ലിക്കബിൾ ആവുന്നത് +2 കംപ്ലീറ്റ് ചെയ്തവർക്ക്. ഏത് ഗ്രൂപ്പ് ആവാം, കൊമേഴ്സ് ആവാം, സയൻസ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ കമ്പ്യൂട്ടർ സയൻസോ ഏത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തതായിരിക്കോട്ടെ, +2 പാസ്സായാലേ CA കോഴ്സ് ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, +2 മുമ്പ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, പക്ഷേ എക്സാം ഫൗണ്ടേഷൻ കോഴ്സ് എഴുതണമെങ്കിൽ നിങ്ങൾ +2 കംപ്ലീറ്റ് ആയിരിക്കണം, +2 പാസ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രിലിമിനറി എലിജിബിലിറ്റി. അതിനുശേഷം നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വരാം. ഒരു വർഷത്തിൽ 2 തവണയാണ് ഫൗണ്ടേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ട രജിസ്ട്രേഷൻ ഫീ 9,800 rupees ആണ്. അത് അടയ്ക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലേക്കാണ്. അത് അടച്ചു തിരിച്ച ശേഷം നമുക്ക് എൻട്രി ലെവൽ എക്സാം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് BCom കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യേണ്ടതില്ല, അവർക്ക് എക്സംഷൻ ഉണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി എങ്ങനെയാണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അതിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് കവർ ചെയ്യുന്നത് നമുക്ക് നോക്കാൻ പറ്റും. ഫസ്റ്റ് സബ്ജക്ട് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പൊ ഒരു നോൺ കൊമേഴ്സ് സ്റ്റുഡന്റിന് ഇത് ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് ഒന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. കൊമേഴ്സ് സ്റ്റുഡൻസിനാണെങ്കിൽ പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണോ അതൊന്ന് റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. ബിസിനസ് ലോ ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. കുറച്ച് ലോ, കോൺട്രാക്ട് ആക്ട് പോലെ കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പോയിന്റ് നമ്പർ 2 പേപ്പർ 2. പേപ്പർ 3 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ജനറലി സ്റ്റുഡൻസിന്റെ മനസ്സിലൊരു തെറ്റായ ധാരണ ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാത്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനാണ്, മാത്സ് അറിയുന്നവർക്കാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിലുണ്ട്. ഒരിക്കലല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പേപ്പർ നമ്പർ 3 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇന്റർമീഡിയറ്റോ ഫൈനലോ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ളതില്ല. നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പ്ലസ് മൈനസ് അതുപോലെ ഡിവിഷൻ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അതിന് മുകളിലേക്ക് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്ന സ്റ്റുഡന്റിനാണ് CA അല്ലെങ്കിൽ CA കോഴ്സ് അപ്ലിക്കബിൾ, കൂടുതൽ ബെനിഫിറ്റ് ആവുക എന്ന് പറയുന്നത് വളരെയധികം തെറ്റായ ധാരണയാണ്. അപ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊഫഷനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ സോ യു ക്യാൻ ജോയിൻ. ദെൻ ബിസിനസ് ഇക്കണോമിക്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ്. ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, ഇതും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമാണ് ഇക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നുള്ളൂ, അതിനുശേഷം നമുക്കില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, 4 ഗ്രൂപ്പ് പേപ്പറിൽ ഫസ്റ്റ് 2 പേപ്പറിനാണ് വളരെയധികം ഇമ്പോർട്ടൻസ്.
ആ 2 പേപ്പറിന്റെ അഡ്വാൻസ്ഡ് സ്റ്റഡിയാണ് നമ്മൾ വരാൻ പോകുന്ന ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ലെവലിൽ നമ്മൾ പഠിക്കുന്നത്. റിമൈനിങ് 2 പേപ്പറിന്റെ ബേസിക് അവയർനെസ് മാത്രമാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ അതിനുശേഷം ഇനി നമുക്ക് അഡ്വാൻസ്ഡ് സ്റ്റഡി അതിന്റെ പഠിക്കാനുള്ളതല്ല. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടി ഞാൻ പറയാം. ഫസ്റ്റ് 2 പേപ്പർ നമുക്ക് ജനറലി നമ്മൾ എക്സാം എഴുതുന്ന പേപ്പർ പെൻ ബേസ്ഡ് ആയുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. പക്ഷെ നെക്സ്റ്റ് 2 മാത്തമാറ്റിക്സും എക്കണോമിക്സും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, ഒരെണ്ണം തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു 0.25 മാർക്സ് നമ്മുടെ കയ്യിൽ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വെച്ച് നമുക്ക് പാസ്സാൻ പറ്റും. എല്ലാതും 100 മാർക്സിന്റെ പേപ്പറാണ്. സോ ടോട്ടൽ 400 മാർക്സ് ആണ് എക്സാം വരുന്നത്. അതിൽ 200 മാർക്സ് എങ്കിലും മിനിമം നമുക്ക് കിട്ടിയാലേ നമ്മൾ പാസ്സാവുള്ളൂ. 50% എങ്കിലും മിനിമം കിട്ടണം. അതുകൂടാതെ ഓരോ സബ്ജക്റ്റിലും മിനിമം 40% എങ്കിലും കിട്ടണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പൊ അതൊന്ന് ക്ലാരിറ്റി ഉണ്ടാക്കണം നിങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 പേപ്പറിൽ ഫസ്റ്റത്തെ 3 പേപ്പറിലും നിങ്ങൾക്ക് 60, 60, 60 കിട്ടി. ടോട്ടൽ 180 മാർക്സ് ആണെന്ന് വെക്കുക. ദെൻ 4th പേപ്പറിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 210 മാർക്കായി, 210 മാർക്കായി 4th പേപ്പറിലും കൂടി കൂട്ടിയാൽ. പക്ഷെ നിങ്ങൾ പാസ്സാവില്ല, ഫെയിൽ എന്ന് പറയുന്ന സ്റ്റാറ്റസ് കാണിക്കും. കാരണം മിനിമം മാർക്സ് 40 ആണ്. എല്ലാ സബ്ജക്റ്റിലും മിനിമം 40 മാർക്ക് വാങ്ങിക്കണം. പക്ഷെ അഗ്രിഗേറ്റ് 50%, അതായത് 200 മാർക്കും വാങ്ങിക്കണം. അങ്ങനെയാണ് നമ്മളുടെ ഈ റൂള് തന്നെയാണ് ഫൗണ്ടേഷൻ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും എല്ലാ സ്റ്റേജിലും ഇതേ റൂൾ തന്നെയാണ്. മിനിമം 40% ഇൻ ഈ സബ്ജക്ട്, അഗ്രിഗേറ്റ് 50% എന്ന് പറയുന്ന പാസിംഗ് ക്രൈറ്റീരിയ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് തന്നെയാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് പല സ്റ്റുഡൻസും ടഫാണ് എന്ന് പറയുന്ന കാരണം. ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ റിമൈനിങ് 3 പേപ്പേഴ്സ് എഴുതണം, അല്ലെങ്കിൽ മറ്റുള്ള പേപ്പർ എല്ലാം എഴുതണം എന്ന് പറയുന്ന ഒരു ജനറലായി നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പോയിന്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പേപ്പർ നമ്പർ 3 and 4 ആർ ഒബ്ജക്റ്റീവ് ടൈപ്സ് വിത്ത് നെഗറ്റീവ് മാർക്കിംഗ്. പാസിംഗ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 40 മാർക്സ് ഇൻ ഈച്ച് പേപ്പർ, മിനിമം 50% ഇൻ അഗ്രിഗേറ്റ് ഓൾ ദി പേപ്പേഴ്സ് സബ്ജക്ട് ടു പ്രിൻസിപ്പിൾ ഓഫ് നെഗറ്റീവ്. Then conducted by ICAI, Institute of Chartered Accounts of India ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് നേടുക എന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രീവിയസ്ലി കോൾഡ് CPT. നിങ്ങൾ മുമ്പ് ഫൗണ്ടേഷൻ, ഒരു പക്ഷെ നിങ്ങൾ ഇത് എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു പക്ഷെ നിങ്ങൾ ഗൂഗിളൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ CPT എന്ന് കണ്ടിട്ടുണ്ടാവും, കോമൺ പ്രൊഫഷൻസ് ടെസ്റ്റ്. മുമ്പ് CPT ആയിരുന്നു, ഇപ്പോ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ മിനിമം 4 months സ്റ്റഡി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കോഴ്സിന്റെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 4 മാസങ്ങൾക്ക് ശേഷം, സ്റ്റഡി പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ 4 മാസം കമ്പൾസറി സ്റ്റഡി പീരീഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇന്റർമീഡിയറ്റ് കോഴ്സ്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്കാണ്. ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ് എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ആണ് ഇന്റർമീഡിയറ്റ് കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ ടെസ്റ്റ് ആണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഫൈനൽ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പെർട്ട് നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 ലെവൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർമീഡിയറ്റ് കോഴ്സ് വരുന്നത്. 2 ഗ്രൂപ്പ് വൈസ് ആണ് നമുക്ക് എക്സാം വരിക, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. നിങ്ങൾക്ക് 2 ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് എക്സാം എഴുതാം, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് വൈസ് എക്സാം എഴുതാം. ഓരോ ഗ്രൂപ്പിലും 4 സബ്ജക്ട് വെച്ചാണ് ഉണ്ടാവുക. അതൊക്കെ നമുക്ക് ഇനി വരും മനസ്സിലാക്കാൻ പറ്റും. ഒരു വർഷത്തിൽ 2 തവണയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പാസിംഗ് ക്രൈറ്റീരിയ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മിനിമം പേപ്പറിൽ 40 മാർക്സ് വേണം, ഈച്ച് പേപ്പറിൽ അഗ്രിഗേറ്റ് 50% മാർക്ക് വേണം. ഇനി 2 ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞു ഇന്റർമീഡിയറ്റ് കോഴ്സിൽ. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 1 അക്കൗണ്ടിങ് ഉണ്ട്, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്. ഞാൻ പറഞ്ഞു ലോയുടെ അഡ്വാൻസ്ഡ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരിക്കും. ദെൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നിങ്ങൾ BCom സ്റ്റുഡൻസിനാണെങ്കിൽ ഒരു പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. +2 ആണെങ്കിൽ നിങ്ങൾ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ഓർ റേഷ്യോ അനാലിസിസ്, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. ഒരു പരിധി വരെ
ദെൻ ടാക്സേഷൻ നിങ്ങൾക്കറിയാം, ഇൻകം ടാക്സ്, GST പോലുള്ള ടാക്സേഷൻ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് 1 4 സബ്ജക്റ്റ് ആണ്: അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ടാക്സേഷൻ. ഗ്രൂപ്പ് 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അപ്പൊ അക്കൗണ്ടിങ് ഗ്രൂപ്പ് 1 പഠിക്കുന്നതിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പഠിക്കുന്നത് ഗ്രൂപ്പ് 2 നെക്സ്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ്. ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു പേപ്പറാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഈസ് എൻ എക്സ്പെർട്ട് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. സോ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ ഈ പറയുന്ന ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്ക് നോക്കാം. പേപ്പർ നമ്പർ 7 എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ട് ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഔട്ട്പുട്ട്, ഇൻപുട്ട്, ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ദെൻ ലാസ്റ്റ് വൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഇക്കണോമിക്സ് ഫോർ ഫിനാൻസ്. ഇവിടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ ഒരു പ്രോബ്ലം പേപ്പറാണ്, ആക്ച്വലി തിയറി അല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോ കോഴ്സിന്റെ സിലബസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 ഗ്രൂപ്പാണ് ഇന്റർമീഡിയറ്റ് കോഴ്സിലുള്ളത്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 1 2 അല്ലെങ്കിൽ ബോത്തോ എഴുതാം നമുക്ക് എക്സാം. 2 ഗ്രൂപ്പിലും 4 പേപ്പറാണുള്ളത്. ഒരു പേപ്പറിൽ 40% മിനിമം വാങ്ങിക്കണം. ഓരോ പേപ്പറിലും അഗ്രിഗേറ്റ് 50% മാർക്ക് വാങ്ങിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗ്രൂപ്പ് 1 ടോട്ടൽ 400 മാർക്സ് ആണ് എക്സാം വരുന്നത്. 200 മാർക്സ് ആണ് നമ്മുടെ പാസിംഗ് മാർക്സ്. സോ സെയിം പാറ്റേൺ തന്നെയാണ് എല്ലാ ഭാഗത്തും നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, ആർട്ടിക്കിൾ ട്രെയിനിങ് ഓർ പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ആർട്ടിക്കിൾ ട്രെയിനിങ്? നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കീഴിൽ 3 വർഷം നിങ്ങൾ ട്രെയിനിങ് പോകണം. എന്താണ് ട്രെയിനിങ്? ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിച്ചിരിക്കുന്ന തിയറി നിങ്ങൾ പ്രാക്ടിക്കലി സിറ്റുവേഷൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ട്രേഡിംഗ്, ബാലൻസ് ഷീറ്റ്, ദെൻ ട്രയൽ ബാലൻസ്, ലെഡ്ജേഴ്സ്, ജേർണൽസ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി പഠിക്കുന്നു. ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഓർ ആർട്ടിക്കൽ ട്രെയിനിങ് പഠിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി പഠിച്ചു, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ ഡ്രൈവിംഗിന്റെ തിയറി പഠിച്ചു, ഡ്രൈവ് ചെയ്യാൻ പോകുന്നപ്പോൾ ആർട്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിങ് പ്രാക്ടീസിന്റെ കീഴിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 3 വർഷം ചെയ്യണം. നിങ്ങൾക്ക് ആർട്ടിക്കൽഷിപ്പ് പീരീഡിൽ അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ മന്ത്ലി നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് അവൈലബിൾ ആണ്. സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്ന ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫിഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്ത്യ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എക്സാം ലീവ്സ് അവൈലബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICAI സ്റ്റുഡൻസിന് ആർട്ടിക്കൽഷിപ്പ് ടൈമിൽ എക്സാം ഉണ്ടാകുമോ, പഠിക്കാനുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു 156 ഡേയ്സോളം നിങ്ങൾക്ക് എന്ത് കിട്ടും? ലീവ് കിട്ടും, പഠിക്കാൻ കിട്ടും. പിന്നെ 35 മണിക്കൂറെങ്കിലും വീക്കിലി നിങ്ങൾ വർക്ക് ചെയ്യണം. മാക്സിമം 45 hours പറയുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കീഴിൽ 3 വർഷം നിങ്ങൾ 3 years നിങ്ങൾ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് ഓർ പ്രാക്ടിക്കൽ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുകയും ആ പീരീഡിലെ എക്സാം ലീവ് എടുത്ത് എക്സാം പഠിച്ച് നിങ്ങൾക്ക് എക്സാമിനെ അപ്പിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് അവോയ്ഡ് ചെയ്ത ഒരുപാട് പ്രൊഫഷൻസ് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. ഞാൻ സ്പെസിഫിക്കലി പേരെടുത്ത് പറയുന്നില്ല. പല പ്രൊഫഷൻസിന്റെയും ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാത്തത് പല പ്രൊഫഷൻസും കാരണം ഈ ഒരു ആർട്ടിക്കൽ ട്രെയിനിങ് ഇല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. നിങ്ങൾക്ക് 3 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം നിങ്ങൾ ഷേപ്പായി, പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് വരും, എത്തിക്കൽ വാല്യൂസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, ഹാർഡ് വർക്ക് എന്താ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് എന്താണെന്ന് അറിയാൻ പറ്റും, തിയറിനെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആർട്ടിക്കൽഷിപ്പ് പീരീഡിൽ വളരെയധികം നിങ്ങൾ ഇതിനെ ഇൻവോൾവ് ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഓക്കെ, ദെൻ
ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ഫൈനൽ കോഴ്സ്. എന്താണ് ഫൈനൽ കോഴ്സ്? CA ഫൈനൽ. എക്സ്പെർട്ട് നോളജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫൈനൽ കോഴ്സ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ മെമ്പറായി, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. എക്സ്പെർട്ട് നോളജ് എടുക്കുക അല്ലെങ്കിൽ എക്സ്പെർട്ട് ആവുക എന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫൈനൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തിൽ 2 തവണയാണ് എക്സാം വരുന്നത്. ഇന്റർമീഡിയറ്റ് പറഞ്ഞതുപോലെ 2 ഗ്രൂപ്പാണുള്ളത്. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് എഴുതാം അല്ലെങ്കിൽ 2 ഗ്രൂപ്പായിട്ട് എഴുതാം. പാസിംഗ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സെയിം തന്നെയാണ്. ഓരോ പേപ്പറിലും 40%, അഗ്രിഗേറ്റ് 50% ആണ്. ഫൈനൽ കോഴ്സിൽ നമുക്ക് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 കാണാം. ഗ്രൂപ്പ് 1 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്റർമീഡിയറ്റ് കോഴ്സിൽ ഗ്രൂപ്പ് 1 ഫസ്റ്റ് പേപ്പർ അക്കൗണ്ടിങ് ആയിരുന്നു, ഗ്രൂപ്പ് 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആയിരുന്നു. ഇവിടെ കണ്ടോ, ഗ്രൂപ്പ് 1 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് വേണം ഞാൻ വിളിക്കാം. കാരണം ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ലാസ്റ്റ് പേപ്പറാണ് അക്കൗണ്ടിങ്ങിന്റെ. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഏരിയയും അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആയെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുതുന്നത്. നിങ്ങൾ ആ ഒരു ഏരിയ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് നിങ്ങൾ എക്സ്പെർട്ടായി മാറിക്കഴിഞ്ഞു. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചു ഇന്ററിൽ, അതിന്റെ അഡ്വാൻസ്ഡ് ആണ്. അടുത്തത് അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്. ഇന്ററിൽ ഓഡിറ്റിംഗ് പഠിച്ചു, അതിന്റെ അഡ്വാൻസ്ഡ് ആണ്. കോർപ്പറേറ്റ് ആൻഡ് ഇക്കണോമിക്സ് ലോ. ഇന്ററിൽ നിങ്ങൾ കോർപ്പറേറ്റ് ലോ പഠിച്ചു, അതിന്റെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ററിൽ പഠിച്ചിരിക്കുന്ന ഓരോ പേപ്പേഴ്സിന്റെയും അഡ്വാൻസ്ഡ് നോളജ് അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫൗണ്ടേഷനിൽ ബേസ് പഠിച്ചു, ഇന്റർമീഡിയറ്റിൽ പ്രാക്ടിക്കൽ നോളജ് പഠിച്ചു, ഫൈനൽ കോഴ്സിൽ എക്സ്പേർട്ട് നോളജ് അക്യൂർ ചെയ്യാൻ പോയി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പഠിച്ചതിന്റെ എല്ലാം അഡ്വാൻസ്ഡ് സ്റ്റഡി വരുന്നത് ഫൈനൽ കോഴ്സിലാണ്. അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ എല്ലാ സ്റ്റഡിയും എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗ്രൂപ്പ് 2 നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഈ കോസ്റ്റ് മാനേജ്മെന്റും ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റും നിങ്ങൾ ഒരുപാട് തവണ സിലബസിൽ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. ഗ്രൂപ്പ് 1 ഇന്റർമീഡിയറ്റ്, ഗ്രൂപ്പ് 2 ഇന്റർമീഡിയറ്റ്, ഗ്രൂപ്പ് 1 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വീണ്ടും വന്നു, ദെൻ ഗ്രൂപ്പ് 2 വീണ്ടും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരു പർട്ടിക്കുലർ കോഴ്സിനെ ഒരിക്കലും താഴ്ത്തി പറയല്ല, അങ്ങനെ സംസാരിക്കുന്നതല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ചാർട്ടേഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, കോസ്റ്റിംഗ്, ടാക്സേഷൻ ആൻഡ് ലോ, ഈ 5 കാര്യങ്ങളും എക്സ്പേർട്ട് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്ട് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എല്ലാതും അഡ്വാൻസ്ഡ് സ്റ്റഡി ഉണ്ട്, മാക്സിമം ആണ്. ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന CMAയോ CSO ACCAയോ CPAയോ എന്ത് കോഴ്സ് ആവട്ടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കും. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ഇലക്ടീവ് പേപ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് സബ്ജക്റ്റിന് പേപ്പർ അല്ല, ഒരു പെർട്ടിക്കുലർ 7-8 പേപ്പറുകൾ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം ഓപ്റ്റ് ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് 2 പേപ്പർ നമ്പർ 7 ഡയറക്ട് ടാക്സ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സേഷൻ. അപ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ചിട്ടും ഇന്റർനാഷണൽ ടാക്സേഷനെ കുറിച്ച് നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 2 പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 1 നിങ്ങൾ ടാക്സേഷൻ പേപ്പർ നമ്പർ 4 പഠിച്ചിട്ടുണ്ടാവും ഇന്റർമീഡിയറ്റിൽ. അതിനുശേഷം നിങ്ങൾ അഡ്വാൻസ്ഡ് പഠിക്കുന്നത് ഡയറക്ട് ടാക്സ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിൽ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് സാർ പറഞ്ഞത് അല്ലെങ്കിൽ എന്നും എനിക്ക് മനസ്സിലാവും അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് സബ്ജക്ട് ഇട്ടെന്ന് മാത്രം. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആവും. അപ്പൊ സബ്ജക്റ്റുകൾ ബൈ ഹാർട്ട് വെച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡയറക്ട് ടാക്സ് ലോ, GST, കസ്റ്റംസ് ആണ് നിങ്ങളവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ബാക്കിലേക്ക് വരാം. നിങ്ങൾ എന്താണ് നമ്മൾ ചെയ്തേക്കുന്നത്, ടോട്ടൽ എത്ര സ്റ്റെപ്പാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. 4 സ്റ്റെപ്സ് ആണ് നമുക്കുള്ളത്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ആർട്ടിക്കിൾസ് ഓർ പ്രാക്ടിക്കൽ ട്രെയിനിങ്, ദ ലാസ്റ്റ് വൺ ഈസ് CA ഫൈനൽ കോഴ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു എങ്ങനെയാണ് റൂട്ട് നമ്മുടെ സ്റ്റെപ്സ് ഒക്കെ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യാൻ എന്താണ് യോഗ്യത എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. +2 പാസ്സായിരിക്കും. ഇന്റർമീഡിയറ്റ് കോഴ്സ്, ആർട്ടിക്കിൾസ് ട്രെയിനിങ്, ഫൈനൽ, ഇതെല്ലാം നമുക്ക് നോക്കാം. ദെൻ ഇനി നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എല്ലാ ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു സെൽഫ് അനാലിസിസ് നടത്തുക. നിങ്ങൾ +2 പാസ്സാണോ,
നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എത്ര പേര് ഇതിൽ അല്ലെങ്കിൽ എത്ര പേര് പാസ് ആയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. റൂട്ട് 1 ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ 3 റൂട്ടാണുള്ളത്. ഓക്കെ, 3 റൂട്ടില് ഈ റൂട്ട് ഞാൻ പറയാൻ പോകുന്നത് +2 പാസ്സായിരിക്കുന്ന സ്റ്റുഡൻസിനുള്ളതാണ്. +2 പാസ്സായിട്ടുള്ള സ്റ്റുഡൻസ്, അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, അതും അല്ലെങ്കിൽ ബികോം പാസ്സാവാത്ത സ്റ്റുഡൻസ്. ബികോം പാസ്സാവില്ല എന്ന് പറയുന്നത്, ബികോം പാസ്സായില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ക്വാളിഫിക്കേഷൻ +2 പാസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ബികോം പാസ്സായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ ബികോം പാസ്സായവർക്കുള്ളത് റൂട്ട് 2 ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് +2 പഠിച്ചുകൊണ്ടിരിക്കുകയോ +2 പാസ്സായവരോ ബികോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ വേണ്ടിയിട്ടുള്ള റൂട്ടാണ് റൂട്ട് നമ്പർ 1. ആ സ്റ്റുഡൻസ് വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് CA കോഴ്സിന് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. +2 പാസ്സായി കഴിഞ്ഞാൽ +2 പാസ്സായ സർട്ടിഫിക്കറ്റ്സ് വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണം. ഫൗണ്ടേഷൻ കോഴ്സിന് എൻട്രി ലെവൽ എക്സാം നടത്തണം. ദെൻ അതിനുശേഷം എൻട്രി ലെവൽ എക്സാം നിങ്ങൾ പാസ്സായതിനു ശേഷം, ഫൗണ്ടേഷൻ പാസ്സായതിനു ശേഷം നിങ്ങൾ ഇന്റർമീഡിയറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഇന്റർമീഡിയറ്റ് എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്യണം. എപ്പോഴും അപ്പിയർ ചെയ്യണം? 8 മാസം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇന്റർമീഡിയറ്റ് കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് രജിസ്റ്റർ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഗ്രൂപ്പ് എഴുതാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 2 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് എഴുതാം, 2 ഗ്രൂപ്പ് എഴുതാം, എങ്ങനെ വേണം നിങ്ങൾക്ക് എഴുതാം. പേപ്പർ വൈസ് എക്സാം എഴുതാൻ പറ്റില്ല. ഗ്രൂപ്പ് വൈസ് എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരു പെർട്ടിക്കുലർ പേപ്പർ മാത്രം എഴുതാം, അത് പറ്റില്ല. ഗ്രൂപ്പ് വൈസ് എക്സാം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞു, +2 കഴിഞ്ഞു, +2ന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്തു, ഫൗണ്ടേഷൻ എക്സാം എഴുതി, അത് പാസ്സായി. ഇന്റർമീഡിയറ്റ് വന്നു, ഇന്റർമീഡിയറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്തു, ഇന്റർമീഡിയറ്റ് എക്സാം എഴുതി, ഇന്റർമീഡിയറ്റ് എക്സാം പാസ്സായി. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സായി മതി, 2 ഗ്രൂപ്പ് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ 3 years പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ ഒന്നും കൂടെ വായിക്കുന്നുണ്ട്. രജിസ്റ്റർ ആൻഡ് അപ്പിയർ ഫൗണ്ടേഷൻ എക്സാം ആഫ്റ്റർ പാസിംഗ് +2. രജിസ്റ്റർ ഇന്റർമീഡിയറ്റ് കോഴ്സ്, അപ്പിയർ ഇന്റർമീഡിയറ്റ് എക്സാം ആഫ്റ്റർ സ്റ്റഡി പീരീഡ് ഓഫ് 8 months. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കാം. മൊബൈലിലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കാം. ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകും. ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതാണ് നിങ്ങൾക്ക് ICITSS എന്ന് പറയാം. ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഓൺ ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞ കോഴ്സ്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കോഴ്സ് ഒന്നുമല്ല. നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യുക, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ബേസിക് അവയർനെസ് ഉണ്ടാക്കുക. എന്താണ് MS ഓഫീസ്, എന്താണ് ടാലി, എന്താണ് PHP, അങ്ങനെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. ഈ പറയുന്നതിന് വേണ്ടി ഒരു 4 weeks, ഒരു 1 month നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു എക്സാം അല്ല, അല്ലെങ്കിൽ അത് വലിയൊരു എക്സാം ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അപ്പിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഫൗണ്ടേഷൻ എക്സാം +2 പാസ്സായി, ഫൗണ്ടേഷൻ എക്സാം പാസ്സായി, ഇന്റർമീഡിയറ്റ് കോഴ്സിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ 2 ഗ്രൂപ്പോ പാസ്സായി കഴിഞ്ഞാൽ 3 year ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടിക്കൽ ട്രെയിനിങ് മുമ്പ് ഒരു 1 month ട്രെയിനിങ് ഉണ്ടായിരിക്കും, സോഫ്റ്റ് സ്കിൽഡേയും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇന്റർമീഡിയറ്റ് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് മാത്രം പാസ്സായവരാണെങ്കിൽ ഒരു ഗ്രൂപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. 2 ഗ്രൂപ്പ് പാസ്സായവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈനൽ കോഴ്സിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതിന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ 3 year ആർട്ടിക്കിൾഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക. അത് കംപ്ലീറ്റ് ആവുന്നേക്കാൾ മുമ്പ് 2 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു, 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മുമ്പ് പഠിച്ചിരിക്കുന്ന ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ്, ഒരു ഓറിയന്റേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു അഡ്വാൻസറും കൂടി നിങ്ങൾക്ക് ഉണ്ട്, ഒരു 1 month. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫൈനൽ എക്സാം എപ്പോഴാണ് എഴുതുന്നത്? ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 2 കൊല്ലവും 6 മാസം എന്ന് പറഞ്ഞ 2.5 വർഷം കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് എക്സാം ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ കോഴ്സിനെ ജോയിൻ ചെയ്ത് ഫൈനൽ എക്സാം എഴുതാൻ പറ്റും.
അതിനിടയിൽ വരുന്ന IT ട്രെയിനിങ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതൊരു എക്സാം ആയിട്ടൊന്നും വരുന്നില്ല, വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് നിങ്ങൾ അത്ര വലിയ കെയറിങ് കൊടുക്കണ്ട. ഞാൻ പറഞ്ഞ 4 സ്റ്റെപ്പ് മാത്രം മതി. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ആർട്ടിഫിഷ്യൽ, ഫൈനൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ മെമ്പറായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന മെമ്പർഷിപ്പ് നമ്പർ നിങ്ങൾക്ക് ഉണ്ടാവും, മെമ്പർഷിപ്പ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പല നമ്മൾക്ക് ഇപ്പൊ ലോക്ക്ഡൌൺ ഉണ്ടായി, നിങ്ങൾക്കറിയാം, കൊറോണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ലോക്ക്ഡൌൺ പെർട്ടിക്കുലർ പീരീഡിൽ ഗവൺമെന്റ് ഒരു റിലാക്സേഷൻ ചാർട്ടേഡ് അക്കൗണ്ട്സിനും ടാക്സ് പ്രാക്ടീഷനും തന്നിരുന്നു. വെനസ്ഡേ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ആ സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കാർഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് എല്ലാം നമ്മളെ റെസ്പെക്ട് ചെയ്യുകയും നമ്മളെ റിലീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതൊരു റെക്കഗ്നീഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ മെമ്പർഷിപ്പ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മെമ്പർഷിപ്പ് കാർഡ് നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ കീപ്പ് ചെയ്ത് എവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെയധികം ശ്രദ്ധിച്ചു ഞാൻ മനസ്സിലാക്കുന്നു. +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ എക്സാം എഴുതി, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, ആർട്ടിഷിപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഫൈനൽ ലെവലിലേക്ക് 4 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് +2 പാസ്സായ സ്റ്റുഡൻസിന്. ഓക്കെ, ദെൻ റൂട്ട് നമ്പർ 2 ഡയറക്റ്റ് എൻട്രി എന്നാണ് വിളിക്കുക അതിനെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് +2 കഴിഞ്ഞു, BCom കഴിഞ്ഞു, അല്ലെങ്കിൽ BCom എന്ന് ഞാൻ പറയുന്നില്ല, ഡിഗ്രി, എനി ഡിഗ്രി, ഓക്കെ, എനി ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനുള്ള റൂട്ടാണ് പറയാൻ പോകുന്നത്. അവരുടെ ഒരു പ്രത്യേകത 55% ആണ് നിങ്ങൾക്ക് കൊമേഴ്സ് ഗ്രാജുവേറ്റ്. നിങ്ങൾക്കറിയാം, കൊമേഴ്സ് ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ, അതല്ല വേറെ ഡിഗ്രി നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഇനി BSCയോ BCA പോലുള്ള നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫൗണ്ടേഷൻ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് സ്റ്റെപ്പായ ഇന്റർമീഡിയറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 1 month ട്രെയിനിങ് ഉണ്ടാവും. അതിനുശേഷം എക്സാം എഴുതണം. പിന്നെ എല്ലാം സെയിം സ്റ്റെപ്പാണെന്ന് ഞാൻ പറഞ്ഞത്, യാതൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൗണ്ടേഷൻ റൂട്ടിലാണെങ്കിൽ, ഫൗണ്ടേഷൻ റൂട്ട് ഞാൻ പറഞ്ഞു റൂട്ട് നമ്പർ 1 അതാണെങ്കിൽ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇന്റർമീഡിയറ്റ് എക്സാമിലെ ഗ്രൂപ്പ് 1ഓ ഗ്രൂപ്പ് 2ഓ അല്ലെങ്കിൽ 2 ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്താലാണ്, ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഗ്രൂപ്പ് 1ഓ അല്ലെങ്കിൽ ഗ്രൂപ്പ് 2ഓ അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്താലാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് എൻട്രി റൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 55% കൊമേഴ്സ് ഗ്രാജുവേറ്റും 60% അതർ ഗ്രാജുവേറ്റ്സും പെർസെന്റേജ് ഓഫ് മാർക്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റ് എക്സാം പാസ്സായാൽ മതി എന്നാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ദെൻ റിമൈനിങ് സ്റ്റെപ്സ് ആർ സെയിം. ഫൈനൽ കോഴ്സ്, അതിനുശേഷം ക്വാളിഫൈ ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു, എല്ലാം സെയിം ആണ്. ഇപ്പോൾ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനോ നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിനോ ഡയറക്റ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു 6 months നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെയധികം ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് എൻട്രി സ്കീം വന്നിരിക്കുന്നത്. ദെൻ റൂട്ട് നമ്പർ 3. റൂട്ട് നമ്പർ 3 ഞാൻ പറയാം. ഈ പറയുന്ന സ്റ്റുഡൻസിൽ എത്ര പേര് ഇതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന് CAക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇതുപോലെ നമ്മളുടെ കോഴ്സ് പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്ന് പറയുന്ന 3 സ്റ്റെപ്സ് അവിടെയുണ്ട്. അപ്പോൾ അവരുടെ കോഴ്സിൽ കോസ്റ്റ് അക്കൗണ്ട്സ് കോഴ്സിലോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി കോഴ്സിലോ ഇന്റർമീഡിയറ്റ് ലെവൽ പാസ്സായ സ്റ്റുഡൻസിനും ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിലേക്ക് വരാം ഡയറക്റ്റ് എൻട്രിയിലൂടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഫൗണ്ടേഷൻ കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, എക്സംഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. റിമൈനിങ് സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെയാണ്, യാതൊരു മാറ്റവും. അതിനുശേഷം പ്രാക്ടിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം, ഫൈനൽ കോഴ്സ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ റൂട്ട് 1, 2, 3 നിങ്ങൾക്കറിയാം. 1 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. +2 ക്വാളിഫൈ ചെയ്യുകയോ +2 ചെയ്യുകയോ BCom ക്വാളിഫൈ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണ് റൂട്ട് നമ്പർ 1.
ഫൗണ്ടേഷൻ ചെയ്യണം, ഇന്റർമീഡിയറ്റ് ചെയ്യണം, ഫൈനൽ ചെയ്യണം, ആർട്ടിക്കിൾഷിപ്പ് ഓർ പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. റൂട്ട് നമ്പർ 2, ഫൗണ്ടേഷൻ ആവശ്യമില്ലാത്ത ആൾക്കാരാണ്, അതായത് കൊമേഴ്സോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ഗ്രാജുവേറ്റോ 55% വാങ്ങിക്കണം മാർക്സ് ഉണ്ടെങ്കിൽ, ഓർ 60% നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ എന്തെങ്കിലും റൂട്ട് നമ്പർ 2 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡയറക്റ്റ് എൻട്രി റൂട്ടാണ്, ഇന്റർമീഡിയറ്റ് ജോയിൻ ചെയ്യാം. ദെൻ റൂട്ട് നമ്പർ 3, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിൽ ഇന്റർമീഡിയറ്റ് പാസ്സായ സ്റ്റുഡൻസിനും ഫൗണ്ടേഷൻ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് കോഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അതിന് മുമ്പ് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്താണ് ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു, പ്രൊഫഷണൽ ആവുന്നു, മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നു. വളരെ കുറച്ച് പേരായിരിക്കും നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നത്, എനിക്കറിയില്ല. ഒരു പക്ഷെ മോണിറ്ററി ബെനിഫിറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഞാൻ നോക്കുന്നു, UK ഒരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. $1,65,000 ആണ് അവിടെ ഏൺ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ റുപ്പീസ് INR, ഇന്ത്യൻ റുപ്പിയില് 1,15,50,000 rupees ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി അറിയാം, ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ 4 year കൊണ്ട് ഹാർഡ് വർക്ക് എടുത്ത് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന UK എന്ന് പറയുന്ന ഒരു കൺട്രിത്തെ ഒരു എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ അയർലൻഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം 92,40,000, സ്വിറ്റ്സർലാൻഡ് 84 lakhs, കാനഡയില് 79,10,000, ജപ്പാനില് 59,57,000, ഇന്ത്യയില് 40 lakhs rupees നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഈസി ആയിട്ട് 40 lakhs നിങ്ങൾക്കറിയാം, മോർ ദാൻ 3 lakhs പെർ മന്ത് ആണ് വരുന്നത്. അപ്പോ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സിന്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ മുകളിലാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ 4 years ഇൻവെസ്റ്റ് ചെയ്ത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്, വളരെ വലുതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് തെറ്റായ ധാരണകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ചാർട്ടേഡ് അക്കൗണ്ട്സ് കോഴ്സ് മോസ്റ്റ് ഓഫ് കോഴ്സ് ആണ്, ചെയ്യാൻ വളരെയധികം ടഫാണ്, IAS ഈക്വലന്റ് ആണ് ടഫില് എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം. ഞാൻ പറയുന്നു, ഒരു ആവറേജ് സ്റ്റുഡന്റ്, അത് നോൺ കൊമേഴ്സ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ, ഏത് സ്റ്റുഡന്റിനും ഈസി ആയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. 100% ഗ്യാരണ്ടി. ഒരുപാട് ഇപ്പോ പറയാ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ്. 57 years CA കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് 60 year പാസ്സായ ഒരു ലേഡി വളരെയധികം നമുക്ക് മോട്ടിവേഷൻ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ പ്രൊഫഷണൽ ആവുക എന്നുള്ളത് പ്ലാൻ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഈ കോഴ്സിൽ എന്താണ് നമ്മുടെ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ റോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഞങ്ങളുടെ അക്കൗണ്ടൻസ് അക്കാഡമി അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ റോള്? അക്കൗണ്ടൻസ് അക്കാഡമി നിങ്ങൾക്കറിയാം വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയി അക്കൗണ്ടിങ് പ്രൊഫഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സ്, ഒരുപാട് പ്രൊഫഷണൽ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു അക്കാഡമിയാണ് നിങ്ങൾക്കറിയാം. ഈ പറയുന്ന അക്കൗണ്ടൻസ് അക്കാഡമി ചെയ്യുന്ന സപ്പോർട്ടിങ്സ് സ്റ്റുഡൻസിന് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യുന്നു. പ്രോപ്പർ ഗൈഡൻസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അക്കൗണ്ടൻസ് അക്കാഡമി. എനി കോഴ്സ്, CA ആവട്ടെ, CS ആവട്ടെ, CMA ആവട്ടെ, ACC ആവട്ടെ, ഏത് കോഴ്സാണ് പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് മാത്രമല്ല, രജിസ്ട്രേഷൻ ചെയ്യുന്നതിൽ പല സ്റ്റുഡൻസിനും ഡൗട്ട്സ് ഉണ്ട്. ഓൺലൈൻ ആണ് രജിസ്ട്രേഷൻ, കോഴ്സുകളുടെ രജിസ്ട്രേഷൻ, അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻസ് ഒരുപാട് വരും. ഇതെല്ലാം നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ അക്കൗണ്ടൻസ് അക്കാഡമിയിൽ ഒരു ടീം തന്നെ ഉണ്ട്. അതുകൂടാതെ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിന്റെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കൗണ്ടൻസ് അക്കാഡമി. ഓൺലൈൻ ട്രെയിനിങ്, ഓഫ്ലൈൻ ട്രെയിനിങ് ഓർ കോച്ചിങ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് അക്കൗണ്ടൻസ് അക്കാഡമി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്.
എക്സാം ഓറിയന്റഡ് സ്റ്റഡി നടത്തുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എക്സാം ഓറിയന്റഡ് സ്റ്റഡി. നിങ്ങൾ CS അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എക്സാം ഓറിയന്റഡ് സ്റ്റഡി നടത്തിയില്ല എങ്കിൽ നിങ്ങളുടെ ടൈം ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പാസ്സാവും. നിങ്ങൾ പലരെ കേട്ടിട്ടുണ്ടാവും 5 കൊല്ലം 10 കൊല്ലം പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. ഇതെല്ലാം എക്സാം ഓറിയന്റഡ് സ്റ്റഡിയുടെ ലാക്ക് സംഭവിച്ചിരിക്കുന്നതാണ്. വളരെയധികം ശ്രദ്ധിക്കുന്നത് എക്സാം ഓറിയന്റഡ് സ്റ്റഡി. ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കൗണ്ടൻസ് അക്കാഡമി അതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ദെൻ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ എക്സാംസ് എങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന് എക്സാമിന് അപ്പിയർ ചെയ്യുക, അത് എങ്ങനെ എക്സാം എഴുതണം, എവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു എക്സ്പേർട്സ് ഫാക്കൽറ്റീസ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ്, എക്സാമിന് മുമ്പ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് സ്റ്റുഡൻസിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് അക്കൗണ്ടൻസ് അക്കാഡമി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് അക്കൗണ്ടൻസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ചാർട്ടേഡ് അക്കൗണ്ട്സ്, CMA, CS, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ് അക്കൗണ്ടൻസ് അക്കാഡമിയിൽ. ദെൻ ഇറ്റ്സ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. CS, CMA, CCA പോലുള്ള എല്ലാ പ്രൊഫഷണൽ കോഴ്സിന്റെയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ബിഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അക്കൗണ്ടൻസ് അക്കാഡമി എന്ന് പറയുന്നത്. ഒരു പ്രൊമോഷണൽ പ്ലാൻ ആയിട്ട് ഞാൻ സംസാരിച്ചിരിക്കുന്ന ഒരു സ്ലൈഡ് അല്ല. അക്കൗണ്ടൻസ് അക്കാഡമിയുടെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാനും. ഈ അക്കൗണ്ടൻസ് അക്കാഡമിയിൽ സ്റ്റുഡന്റ് ആയി അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന് ക്വാളിഫൈ ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്ട്രോങ് ആയിട്ട് നമ്മളോട് പറയുന്നത്. അക്കൗണ്ടൻസ് അക്കാഡമിക്ക് ഒരുപാട് റോള് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ ഇനി വെബിനാർസ് ഇനി വരുന്നുണ്ട്. ഈ വീക്കിൽ പല പല വെബിനാറുകൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. നിങ്ങൾക്ക് അതിന്റെ ഷെയറിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. സോ അക്കൗണ്ടൻസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട് ചെയ്യാം. വെബ്സൈറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, സോ ഡൗട്ട്സ് ഉള്ളതില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് എല്ലാം കഴിഞ്ഞു, നമ്മുടെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു ഏരിയ ജസ്റ്റ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പോലെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോക്കാം എങ്ങനെയാണ് ഒരു ലോജിക്കൽ റീസണിങ്. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് നോക്കി അത് ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക്. ഓക്കെ, ഇഫ് ഇൻ സർട്ടൻ ലാംഗ്വേജ് നമുക്കറിയാം, ഇഫ് ഇൻ സർട്ടൻ ലാംഗ്വേജ് MYZTUJGZ, how is MENESIS coded in that language? ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ ഈ MYSTIFY എന്ന് പറയുന്നത് NZTUJGZ എന്ന് പറഞ്ഞ് കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ MENESIS എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ലാംഗ്വേജിൽ കോഡ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഇത് അക്കൗണ്ടിങ് അല്ല, നമ്മുടെ CA കോഴ്സ് ഒന്നും ബന്ധം നിങ്ങൾ നോക്കണ്ട, ഒന്നുമില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ലോജിക്കൽ റീസണിങ് എന്ന് പറയുക ലാസ്റ്റ് വെച്ചൊന്ന് മാത്രം. നമ്മുടെ സ്ലൈഡ്സ് എല്ലാം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്, ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറയാം. ഒരു സ്റ്റുഡന്റിന് ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ CA കോഴ്സ് ചെയ്യുമ്പോൾ ലോജിക്കൽ റീസണിങ് ഉണ്ടാവണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മാർക്സ് ഒന്നും വേണ്ട, ഹൈ മാർക്ക് ഒന്നും വേണ്ട, ലോജിക് ഉണ്ടായിരിക്കണം. ആ ലോജിക്ക് ക്രിയേറ്റ് ആവുന്നത് ട്രെയിനിങ്ങിലൂടെയാണ്. പഠിച്ച് ലോജിക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടിട്ടുണ്ട്. MYSTIFY എന്ന് പറയുന്നത് NZTUJGZ എന്ന് പറയുന്നത് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം അത് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, M എന്ന് പറയുന്ന അക്ഷരം N എന്ന് പറയുന്ന അക്ഷരവുമായിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ M എന്ന് പറയുന്ന ലെറ്റർ N എന്ന് പറയുന്ന ലെറ്ററുമായിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? എമ്മിന്റെ നെക്സ്റ്റ് ലെറ്റർ ആണ് N, വൈയുടെ നെക്സ്റ്റ് ലെറ്റർ ആണ് Z, എസിന്റെ നെക്സ്റ്റ് ലെറ്റർ ആണ് T, അതുപോലെ ടിയുടെ നെക്സ്റ്റ് ലെറ്റർ ആണ് U, ഐയുടെ നെക്സ്റ്റ് ലെറ്റർ ആണ് J, എഫിന്റെ നെക്സ്റ്റ് ലെറ്റർ ആണ് G, വൈയുടെ നെക്സ്റ്റ് ലെറ്റർ Z. അപ്പൊ നിങ്ങൾക്കറിയാം
ഈ പറയുന്ന MYSTIFY കോഡ് ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ റൂൾ ഉപയോഗിച്ചാണ്. ആ റൂൾ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ലെറ്റർ ആണ് ഇതിന്റെ റൂൾ. അപ്പൊ ആ റൂള് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം. അത് ഡെവലപ്പ് ആവും ട്രെയിനിങ്ങിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ MENESIS എങ്ങനെയായിരിക്കും കോഡ് ചെയ്തിട്ടുണ്ടാവുക? എമ്മിന്റെ നെക്സ്റ്റ് ലെറ്റർ ആയിരിക്കും N ആയിരിക്കും വരിക. സോ MENESIS is coded as NFOFTJ. നെക്സ്റ്റ് ലെറ്റർ ആയിരിക്കും ഓരോ ലെറ്ററിന്റെ പ്ലേസിൽ വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ വെച്ചിരിക്കുന്നതല്ല. ഒരു ലോജിക് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കോഴ്സിലേക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ലോജിക് ഉണ്ടായാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അതൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിരിക്കുന്നത്. റിമൈനിങ് എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും നിങ്ങൾക്ക് ചോദിക്കാം. അക്കൗണ്ടൻസ് അക്കാഡമിയുടെ നമ്പർ അവൈലബിൾ ആണ്, സൈറ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. എനി ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ വേറെ എന്തെങ്കിലും നമ്പർ നോട്ട് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്ലൈഡ്സ് ഫോട്ടോ എടുത്ത് വെക്കാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് എങ്ങനെയെങ്കിലും ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഉണ്ടോ എനിക്കറിയില്ല. ആരും ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എനിവേ കംപ്ലീറ്റ് ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു.